നെപ്പോളിയൻ ചക്രവർത്തിയെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഫ്രാൻസിലെ ചക്രവർത്തിയായ നെപ്പോളിയൻ ബോണപ്പാർട്ടിന് മുയലുകളിൽ നിന്ന് കിട്ടിയ ഒരു മുട്ടൻ പണിയെക്കുറിച്ചാണ് ഇന്നത്തെ സ്റ്റോറി ഫോർ യുവിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ലോകത്ത് അസാധ്യമായി ഒന്നുമില്ല എന്ന് പറയുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്ന നെപ്പോളിയൻ പല യുദ്ധങ്ങളിലും വലിയ വിജയങ്ങൾ നേടുകയും തൻ്റെ പ്രശസ്തി വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയിരിക്കെ 1807 അധികാരത്തിൻ്റെ ഉന്നതിയിലെത്തി നിന്നിരുന്ന സമയത്ത് അദ്ദേഹം റഷ്യൻ സാമ്രാജ്യവുമായി ഒരു ഉടമ്പടി ഒപ്പുവയ്ക്കുകയുണ്ടായി. ഇത് അദ്ദേഹത്തിന് വലിയ നേട്ടമുണ്ടാക്കുന്നതായിരുന്നു. അതിൻ്റെ സന്തോഷത്തിൽ അദ്ദേഹം തൻ്റെ സൈനിക കമാൻഡറായ അലക്സാണ്ടർ ബെർത്തിയറെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, കമാൻഡർ, ഞാൻ ഇന്ന് വളരെ സന്തോഷത്തിലാണ്. നമ്മുടെ ഈ നേട്ടം നമുക്കൊന്ന് ആഘോഷിച്ച് കളയാം. അതിനായി നമുക്കൊരു വേട്ട നടത്താം. താങ്കൾ അതിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ ഉടനെ നടത്തണം. ഉത്തരവ് കിട്ടിയ ഉടൻ ബെർത്തിയർ വേട്ടയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ തുടങ്ങി. അതിനായി അദ്ദേഹം മുയലുകളെയാണ് തിരഞ്ഞെടുത്തത്. അടുത്തുള്ള ചില ഫാമുകളിൽ നിന്നായി 3000-ഓളം വളർത്തു മുയലുകളെ അദ്ദേഹം സംഘടിപ്പിച്ചു. അതിനെ ഒരു വലിയ പ്രദേശത്ത് തുറന്നുവിട്ട ശേഷം അവയെ വേട്ടയാടുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പദ്ധതി. അങ്ങനെ മുയലുകളെ തുറന്നുവിട്ട ശേഷം അദ്ദേഹം നെപ്പോളിയൻ്റെ മുന്നിലെത്തി. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി സർ, ഇനി താങ്കൾക്ക് വേട്ട തുടങ്ങാവുന്നതാണ്. ഇത് കേട്ട് നെപ്പോളിയനും സംഘവും വേട്ടയ്ക്കായി എത്തി. എന്നാൽ മുയലുകളെക്കുറിച്ച് കാര്യമായ അറിവൊന്നും ബെർത്തിയർക്കില്ലായിരുന്നു. ഫാമുകളിൽ മനുഷ്യരുടെ ഇടയിൽ വളർന്ന അവയ്ക്ക് മനുഷ്യരെ ഒട്ടും ഭയമില്ലായിരുന്നു. നെപ്പോളിയനെയും കൂട്ടരെയും കണ്ട അവ കരുതിയത് അവർക്ക് ഭക്ഷണവുമായി വന്ന മനുഷ്യരാണത് എന്നാണ്. അവയാണെങ്കിൽ വിശന്ന് വലഞ്ഞിരിക്കുകയുമായിരുന്നു. അതുകൊണ്ട് അവ കൂട്ടത്തോടെ നെപ്പോളിയൻ അരികിലേക്ക് ഓടിയെത്തി. തുറന്നുവിട്ട ഉടനെ മുയലുകൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമെന്നും അപ്പോൾ അവയെ പിന്തുടർന്ന് വേട്ടയാടാം എന്നുമൊക്കെ കരുതിയിരുന്ന നെപ്പോളിയനും കൂട്ടരും മുയലുകൾ തങ്ങളുടെ നേരെ ഓടി വരുന്നത് കണ്ടപ്പോൾ അത്ഭുതവും കൗതുകവുമൊക്കെ തോന്നി. ഓടിയെത്തിയ മുയലുകൾ അവരുടെ ബൂട്ടുകൾ കടിക്കാൻ തുടങ്ങി. ഇതൊരു തമാശ പോലെ കണ്ട് ആസ്വദിച്ചിരുന്നവർക്ക് കളി കാര്യമായെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. ബൂട്ടുകൾ കടിച്ചു മുറിച്ച മുയലുകൾ അവരുടെ കാലുകളിൽ കടിക്കാൻ തുടങ്ങി. ഒന്നും രണ്ടുമല്ല, ആയിരക്കണക്കിന് മുയലുകൾ. അവരിൽ പലരും വേദന കൊണ്ട് അലറിക്കരഞ്ഞു. കയ്യിൽ കിട്ടിയ വടിയും മറ്റുമെടുത്ത് അവയെ ആട്ടി ഓടിക്കാൻ ശ്രമിച്ചു. വേട്ടയാടാൻ വന്ന നെപ്പോളിയൻ ആകട്ടെ മുയലുകളുടെ ഈ ആക്രമണം മൂലം തോക്കുപോലും നേരെ പിടിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ അദ്ദേഹം അവിടെ നിന്നും ഓടി അദ്ദേഹത്തിൻ്റെ ചേംബറിൽ അഭയം തേടി. എന്നാൽ അദ്ദേഹത്തെ പിന്തുടർന്ന് മുയലുകളും അവിടെ എത്തി. പെട്ടെന്ന് അദ്ദേഹം ആ പ്രദേശത്ത് നിന്ന് കുറേ ദൂരേക്ക് മാറി. കുറച്ച് സമയം കഴിഞ്ഞ് മുയലുകളെല്ലാം പല വഴിക്ക് പോയതിനു ശേഷം മാത്രമാണ് അദ്ദേഹത്തിന് ആ പ്രദേശത്തേക്ക് തിരിച്ചു വരാനായത്. എന്തായാലും ലോകത്തെ തൻ്റെ മുന്നിൽ മുട്ടുകുത്തിച്ച നെപ്പോളിയൻ ചക്രവർത്തിക്ക് മുയലുകളുടെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു എന്നുള്ളതാണ് രസകരമായ കാര്യം.